ഉണ്ടാവുമല്ലോ. അവിശ്വാസിയുടെ കോണിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ മൂത്തേട്ടൻ അവിശ്വാസിയാണ്. എനിക്ക് അധികം പുറത്തോട്ടൊന്നും അന്വേഷിക്കണ്ടേ, ടേസ്റ്റുകൾ അന്വേഷിച്ച വീട്ടിൽ തന്നെയുണ്ട്. അമ്മ ദൈവം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടെന്ന ഒരാൾ ഈ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി നല്ല പരിപാടിയാണ്. പക്ഷെ അതില് സ്ട്രോങ്ങിൽ വിശ്വസിക്കുന്നുണ്ടോ വെച്ചാൽ ഐ റിയലി ഡൗട്ട്. അമ്മ കൺഫ്യൂസ്ഡ് ഒരു ബീയിങ് ആണ്. അപ്പച്ചൻ വളരെ ആഴത്തിൽ വിശ്വാസത്തിൽ എല്ലാ ദിവസവും കുർബാനാകുന്ന ഒരാളാണ്. എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ഇതുപോലെ പള്ളിയും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ എൻ്റെ റൂട്ടഡ് ഇൻ ജീസസ് എന്ന പേഴ്സോണയിലാണ്. ഒരു മിറക്കിൾ ചെയ്യുന്ന ദൈവം എനിക്ക് ഭൂമിയിൽ എനിക്ക് ആ മനുഷ്യപുത്രന്റെ ലൈഫ് മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വലിയ സങ്കടങ്ങൾ വന്നപ്പോഴും. അല്ല, പക്ഷെ വളരെ വേദനയുടെ ഒരു ജീവിതമല്ലേ അത്. അങ്ങനെ മിറക്കിൾ, അതുകൊണ്ടല്ലേ അതിന് മിറക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ജീസസിനെ പോലെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ ഒരാള് മുമ്പേ ജീവിച്ച് കടന്നു പോയതുകൊണ്ട് നമുക്കത് മാതൃകയാക്കാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതങ്ങൾ കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നു ഞങ്ങളെ ആരും പറ്റിച്ചിട്ടില്ല, ഞാൻ മാത്രം പറ്റിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജീവിതം നമുക്ക് ദുരന്തമായിരിക്കും. നമ്മുടെ ഒരു 10 സുഹൃത്തുക്കൾ പറയണം ഏറ്റവും നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും മിടുക്കനായ ജീവിതം ജീവിക്കുന്നു എന്ന് വരുന്ന ഒരു സുഹൃത്ത് പറയണം, എടാ എന്നെ 5 പേര് പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആണോ, അപ്പൊ നിങ്ങളെയും പറ്റിച്ചിട്ടുണ്ടല്ലേ, ഓക്കെ. അവിടെ നമുക്ക് കിട്ടുന്ന ആശ്വാസമാണ്. അതാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഒരാൾ പറഞ്ഞു വെക്കുകയാണ് ലോകത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട്, നിങ്ങൾ എത്ര നല്ല പ്രഘോഷിച്ചാലും ചിലപ്പോൾ നിങ്ങൾ കല്ലെറിയപ്പെടും. ഇറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഹൗ ദ വേ ഇറ്റ് ഈസ്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ ശ്രമിക്കുന്നിടത്ത് ശത്രു ഇല്ലാണ്ടാവും. ഇപ്പൊ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ലെന്നേ. ഇതൊക്കെ അസാധ്യമായ ഹോംവർക്ക് കൊണ്ട പരിപാടിയാണ്. ഇത് പറയാൻ എളുപ്പമാണ് ശത്രുവിനെ സ്നേഹിക്കുക. ഇപ്പൊ എന്നെ തെറി പറഞ്ഞ ഒരാളെ, എന്നെ പിന്നീന്ന് കുത്തിയ ഒരാളെ അന്നപ്പൊട്ടെ എന്ന് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല പരിപാടി. പക്ഷെ കോൺസ്റ്റന്റ്ലി എഫേർട്ട് ഇട്ട് നമ്മൾ മെല്ലെ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഓരോ വീഡിയോസും ഇങ്ങനെ ഓരോ ഇന്റർവ്യൂലൊക്കെ സംസാരിക്കുന്നു. എന്റെ വീഡിയോസ് കണ്ട് ഏറ്റവും നന്നായത് ഞാനാണ്. സീരിയസ്ലി, ഇത് ശരിയാണല്ലോ. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞ വീഡിയോസ് തന്നെ എന്നെ നോക്കി പുച്ഛിക്കും, ഇങ്ങനെ ക്ഷമിക്കടാ, നീയല്ലേ പറഞ്ഞ ക്ഷമിക്കണം എന്ന്. അങ്ങനെ പറഞ്ഞ് ഐ ഹാവ് ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീങ്. എന്നോട് ഒരാൾ പണ്ട് പറഞ്ഞിട്ട് പോലുണ്ട്, ചേട്ടന് സങ്കടം വന്ന ചേട്ടൻ എന്നെ വീഡിയോ കണ്ടാൽ പോരെ. നമ്മളത് അന്നൊരു ഹ്യൂമറസ് ആയിട്ട് തന്നെ കണ്ടെങ്കിലും ഇന്നാലേക്കും ട്രൂ. നമ്മൾ പറഞ്ഞ് നമ്മൾ ഇവഞ്ച്വലി ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്കത് വലിയൊരു വേദനയായിട്ടൊന്നും തോന്നണമെന്നില്ല. മനുഷ്യർ പറ്റിക്കുന്നേ, മനുഷ്യർ ചതിക്കും. അതില്ലാത്ത ഏതൊരാളുള്ള ഈ ഭൂമിയിൽ. അപ്പൊ നമുക്കത് വലിയൊരു മനുഷ്യൻ അതിലൂടെ കടന്നുപോയി കുരിശിലേറ്റപ്പെട്ട് മരിച്ചുപോയി. ഇതിലും വല്ലതും വരാനില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അതിലൊരു ഈ ഫെയ്ത്ത് ഉണ്ടല്ലോ, അത് ഇങ്ങനെ വിശ്വസിക്കണമല്ലോ. ആ ഒരു ഇങ്ങനെ ഒരാള്, അതാണല്ലോ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നതിനാണല്ലോ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അത്ര വേദനിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അല്ല, നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ലൈഫ് ചൂസ് ചെയ്തൂടെ? എങ്ങനെയാണ് ഈസി ആയിട്ട് ചൂസ് ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ച ഒരാള് നിങ്ങളെ പറ്റിച്ച് കടന്നുപോയി, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ഈസി ആയിട്ട് കാണാൻ പോകുന്നു? അല്ല, അതുണ്ടാവും എന്നുള്ളത്, അത് ഈസി ആയിട്ട് നമ്മുടെ ഒരു ലാക്ക് ഓഫ് ജഡ്ജ്മെന്റ് നമുക്ക് ഒരിക്കലും ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നമുക്ക് വേദനകൾ ഉണ്ടായാൽ വേദനകളൊന്നും നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത്ര കണ്ട് ഇപ്പൊ നിങ്ങൾക്ക് 1 കോടി രൂപയുണ്ട്, നിങ്ങൾ ഒരാൾ 1000 രൂപയ്ക്ക് പറ്റിച്ചു, അത് ഈസി ആയിട്ട് കാണാൻ പറ്റിയിരിക്കും. നിങ്ങൾക്ക് 1 കോടിയുണ്ട്, നിങ്ങളുടെ 75 ലക്ഷം രൂപ കൊണ്ടുപോയി നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് നിങ്ങളെ പറ്റിച്ചു, നമുക്ക് ഒരിക്കലും അത് ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഈസി ആയിട്ട് കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കും. നമ്മൾ ഓഫ് കോഴ്സ് പഠിക്കുകയാണല്ലോ. ആ പഠനത്തിന്റെ ഒപ്പം നമ്മൾ അതിനെ, ആ ഒരു സംഗതിയെ കുറെ കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പല ആംഗിളിൽ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് പറ്റുക. ഇത്തരം ചില ഈ സ്പിരിച്വൽ സൈഡ്, ഇത്തരം ചില അന്വേഷണങ്ങളൊക്കെ മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു റിയാലിറ്റിയും കൂടി നമുക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ, നാളെ ഞാനൊരാൾക്കൊരു അത്രയും രൂപ ചിലപ്പോൾ കടം കൊടുക്കില്ലായിരിക്കും. ചിലർ 10,000 കൊടുക്കുമ്പോൾ എനിക്കറിയാം ഇവൻ ചിലപ്പോൾ പറ്റിക്കുകയായിരിക്കും, അവൻ പറ്റിച്ചാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ആക്കുക എന്നൊരു പരിപാടിക്കൊക്കെ ഇത്തരം ചില ഡയറക്ഷൻ ഓഫ് തിങ്കിങ് ഒക്കെ സഹായിക്കുന്നതാണ് വിചാരിക്കുന്നത്. അല്ല, അതിന് ആത്മീയത ആവശ്യമുണ്ടോ? ആത്മീയത നിർബന്ധമൊന്നുമില്ല. ആർക്കാണ്, നിങ്ങൾക്ക് ആവശ്യം എടുത്താൽ മതി. ഒരു നിർബന്ധമല്ല ആത്മീയത വേണമെന്ന്. ഇപ്പോ എപ്പോഴും പറയുന്നത്, ഇത് നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? സഹായിക്കുന്നുണ്ട്, ചെയ്തോ. ഇത് നിങ്ങളെ സഹായിക്കുന്നില്ലേ? എന്നെ സഹായിക്കുന്നില്ല, ചെയ്യണ്ട. ഇപ്പൊ എൻ്റെ ചേട്ടൻ, മൂത്തേട്ടൻ, അദ്ദേഹത്തിന്റെ ഭാര്യയെ വിശ്വാസിയാണ്, എൻ്റെ ചേട്ടൻ വിശ്വാസിയല്ല.
പള്ളി കൊണ്ടുവന്നാക്കുന്നു. ആ. പുറത്ത് ഭയങ്കര ചൂടാണെങ്കിൽ പള്ളി കയറും, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി തിരിച്ച് വീട്ടിൽ പോകും, അല്ലെങ്കിൽ കാര്യം തന്നെ വെയിറ്റ് ചെയ്യും. ആ. എൻ്റെ ചേട്ടനെ നോക്കിയാണ്. ആ. എൻ്റെ ചേച്ചി പള്ളി പോകുന്നതിൽ ചേട്ടന് ഒരു കുഴപ്പമില്ല. ആ. എൻ്റെ ചേട്ടൻ പള്ളി കയറാത്തതിൽ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, മുത്തേട്ടൻ ആദർശ്. ചേച്ചി നല്ലൊരു ചേച്ചിയാണ്. എന്താ നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കണില്ലല്ലോ. നിങ്ങൾ ആത്മീയത ആവശ്യമുണ്ടോ? ആവശ്യമില്ലേ? ആവശ്യമുള്ളവരുണ്ടാവുന്നേ, ആവശ്യമുള്ളവരെ എടുത്തോട്ടെ. നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എത്തിയിസ്റ്റുകൾ വിശ്വാസികളെ ബ്ലെയിം ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദം ലെറ്റ് ഇറ്റ് ബി. അല്ല അവരുടെ വിശ്വാസം പോലെ അവർക്ക് തന്നെ അവസാനം പണി കിട്ടുമെന്ന് കരുതാണ്, ഈ പണി കിട്ടുമ്പോൾ അവർ പഠിച്ചോളൂന്നേ. നമ്മളെന്തിനാ ഈ ലോകം മുഴുവൻ നന്നാക്കട്ടെ? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, ലോകം മുഴുവൻ മുള്ളുകളാണ്, ഒരു സൈഡിൽ നിന്ന് കാർപ്പറ്റ് ഇട്ട് തുടങ്ങണേക്കാളും നല്ലത് എൻ്റെ കാൽമേൽ രണ്ട് ചെരുപ്പിടുന്നതാണ്. എനിക്ക് യോജിക്കുന്ന ചെരുപ്പ് ഞാൻ ഇടും, ഞാൻ മുള്ളി ചവിട്ടില്ല. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരാളോട് പറയും, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ചെരുപ്പാണ് ഇട്ടണേ, എൻ്റെ കാൽമേൽ മുള്ളു കൊള്ളണില്ല, വേണമെങ്കിൽ ഇട്ട് നോക്കാം. അവന് ചിലപ്പോൾ അത് പാകാവില്ല, വേറെ ചെരുപ്പ് ഇട്ടോട്ടെ. ഫോർ മീ സ്പിരിച്വാലിറ്റി ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൽ സൈഡിനെ പറ്റിയാണോ അതോ ഒരു ഗട്ട് ഫീലിംഗ് അതാണോ ആദ്യം? മിക്സ്ഡ് ആണ്, രണ്ടും വരും. ഇപ്പോൾ നമ്മളൊരു പുസ്തകം എഴുതുന്നു, ഒരു ചാപ്റ്റർ അത് എഴുതണോ എഴുതണ്ടേ, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഒരു വരി എഴുതണോ എഴുതണ്ടേ, നമ്മൾ കുറേ ലോജിക്ക്, ചില സമയത്ത് ലോജിക്കലി ഒരുപാട് ആലോചിച്ച് നമുക്ക് ഉത്തരം കിട്ടില്ല. കാരണം രണ്ട് ലോജിക്കലും സ്ട്രോങ്ങർ ആയിരിക്കും. ഇതിനകത്ത് സ്ത്രീയുടെ തലച്ചോറ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അത് ഒരു ഫീമെയിൽ ബ്രെയിനിനെ കുറിച്ച് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പറയുന്നതാണ്. അത് എൻഡ് ചെയ്യുന്നത് MTയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള വളരെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയ വടക്കം വീരഗാഥയിൽ ഒരു വരി വെച്ചിട്ടാണ്. ഒരുപാട് സ്ത്രീകൾക്ക് അത് കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാനത് എഴുതിനേക്കാളും 100 വട്ടം ആലോചിച്ചിരുന്നു. ഞാൻ ആ ചാപ്റ്ററിനെ കുറിച്ച് എഴുതുന്ന ഒരുപാട് ആലോചിച്ചിട്ടാണ്. ലോജിക്കലി ആലോചിച്ചിട്ട് എങ്ങും എത്തണില്ല. രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ വരി എഴുതണം എന്ന് പറയുന്ന 100 കാരണങ്ങളുണ്ട്, അവർ എഴുതണ്ടെന്ന് പറയുന്ന 100 കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്ത് തീരുമാനിക്കും? അവിടെ നമ്മുടെ ഗട്ട് ഫീൽ വരും. ഗട്ട് ഫീൽ ലെറ്റ് ഇറ്റ് ബി, ഇനി വരുന്നതിന് നമ്മൾ സ്വീകരിക്കുക, അത്രയും ചെയ്യാം. അപ്പോൾ ഡിസിഷൻസിന് മുമ്പ് ലോജിക് ഓഫ് കോഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരു മാജിക്കിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ സെമിനാരിൽ പോകാൻ തീരുമാനിച്ചല്ല, അപ്പന് ഭയങ്കര ആഗ്രഹമുണ്ടായതുകൊണ്ട് അപ്പൻ എൻ്റെ പേരൊക്കെ കൊടുത്ത് ഞാൻ സെമിനാരിൽ പോയി. അപ്പൊ ഞാനത് ചിന്തിക്കുന്ന അപ്പനത് ഇഷ്ടമായതുകൊണ്ട് ഞാനവിടെ പോവാം. എൻ്റെ ലോജിക്ക് അതായിരുന്നു. അവിടെ ജോയിൻ ചെയ്ത് 4ാം ദിവസം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പണിയല്ല. പക്ഷെ തിരിച്ചു വന്ന അപ്പന് സങ്കടവും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് സങ്കടവും. എൻ്റെ ലോജിക്ക് അതായിരുന്നു, അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ അച്ഛനാവുന്നു. 3 വർഷമായപ്പോൾ എനിക്കൊട്ടും പറ്റണില്ല, ഞാൻ നിർത്തി പോകുന്നു. ഞാൻ ചിന്തിച്ചു എൻ്റെ 3 വർഷം വെറുതെ ഞാൻ നശിപ്പിച്ചു. എൻ്റെ ലോജിക്ക് അപ്പം അങ്ങനെയായിരുന്നു. പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗുരുക്കന്മാർ സെമിനാരിൽ നിന്നായിരുന്നു. ഈ ആരും കാണാത്ത യുദ്ധങ്ങളെ നന്ദി പറഞ്ഞ എല്ലാ അച്ഛന്മാരെയും സെമിനാരിൽ നിന്ന് പരിചയപ്പെട്ടവരായിരുന്നു. എന്നെ ഇന്ന് എഴുത്തുകാരനാക്കുന്നതിൽ സെമിനാരിക്ക് വലിയ പങ്കുണ്ട്. I'm grateful I joined seminary. So if you ask me, അത് ലോജിക്കലി റൈറ്റ് ഡിസിഷൻ, അതെന്തോ മാജിക് ആയിരുന്നു. അതാണ് മാജിക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംടൈംസ് എവിടെയോ വായിച്ച പോലെ ചില സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റായിരിക്കും. ചിലപ്പോൾ ആ തെറ്റായ തീരുമാനമായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു. അതിന് മാജിക് എന്നൊക്കെ വിളിക്കാം. ഞാൻ അതിനങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും പല അവരുടെ വിഷമങ്ങളുമായിട്ടൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടാവും, വിളിക്കുന്നുണ്ടാവും, ഇമെയിലുകളൊക്കെ കുറവായിരിക്കുന്നുണ്ടാവും. ഈ മറ്റുള്ളവരുടെ ഇപ്പം ഈ ഒരു ചെറിയ പ്രായമല്ലേ, അപ്പം അനുഭവങ്ങൾ നാളെ, അതായത് ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തെറ്റായി പോകുമെന്ന് പേടിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആർക്കൊന്നും പറഞ്ഞു കൊടുക്കാറില്ല എന്നുള്ളതാണ്. എനിക്ക് മെയിലുകൾ വരാറുണ്ട്. നമ്മൾ മെയിലിനെ അഡ്രസ്സ് ചെയ്യുന്നത് എനിക്കിപ്പോൾ തോന്നുന്നു ഇതാണ്, ഇത് ശരിയാണെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്, ഒരു സയന്റിഫിക് ബാക്കപ്പിനൊക്കെ ഒന്ന് അവരെ കാണുന്നത് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ആരും ഞാൻ ഫോളോ അപ്പ് ചെയ്യാറില്ല. അപ്പം ഇതെൻ്റെ ഒറ്റ മറുപടിയാണ്, ഇതിൻ്റെ അപ്പുറത്തോടെ എനിക്കൊന്നും പറയാനില്ല. അതുപോലെ ചില കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറേ ഇല്ല. ഭർത്താവിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്, ഞാനത് അയാളോട് ചോദിക്കണ്ടേ, എനിക്ക് അറിഞ്ഞൂടന്നേ, എനിക്കറിയില്ല. അവരുടെ നമുക്കൊരു ഫുൾ പിക്ചർ കിട്ടിയാലും നമ്മളൊരു സിനിമ ഫുള്ള് കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നതും ട്രെയിലർ കണ്ട് ജഡ്ജ് ചെയ്യുന്ന രണ്ടല്ലേ. എന്ന് പറയുന്ന പോലെ ആ ലേഡി പറയുന്ന ഒരു സൈഡ് മാത്രം കേട്ടിട്ട് എനിക്ക് ഒരു ഉത്തരവൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ചില കുട്ടികളൊക്കെ ഉണ്ടാവും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയോട് തല്ലുണ്ട്, അവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയാനൊക്കെ പറ്റും. എല്ലാത്തിനും നമ്മൾ ഇടപെടാറില്ല. എല്ലാവരെയും സഹായിക്കണം, എല്ലാവരും രക്ഷപ്പെടുത്തുന്ന വാശിയൊന്നുമില്ല. നമുക്ക് വർക്കൗട്ട്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് വർക്കൗട്ടായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് അറിയില്ല കേട്ടോ എന്ന് അങ്ങനെ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ചിലപ്പോൾ അവർ വിചാരിക്കും ഇയാൾക്ക് ഇതൊന്നും അറിയില്ല.